ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതേപോലെ തന്നെ ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രൂ റൂള്, അതേപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതേപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ട് വരിക. കാരണം ഇന്ന് നമ്മൾ പാം റൂളൊക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാത്ത് ഓഫ് ചാർജർ പാർട്ടിക്കിളാണ്. ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ പല സിറ്റുവേഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജർ പാർട്ടിക്കിളിന്റെ പാത്ത്, സഞ്ചരിച്ച പാത എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ 3 കേസസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ചാർജർ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് പാരലൽ ഓർ ആന്റി പാരലൽ. എന്ന് വെച്ചാൽ ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, പാരലൽ ആയിട്ടോ ആന്റി പാരലൽ ആയിട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിളിലെ പാത്ത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ അതിന്റെ സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ, ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ, ഈ ദിശയിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് B. ഓക്കെ, അപ്പോൾ ഒരു ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതാണ് ചാർജർ പാർട്ടിക്കിൾ. ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിത്ത് വെലോസിറ്റി V ഏത് ഡയറക്ഷനിലാണ്? പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു ചാർജർ പാർട്ടിക്കിൾ Q എടുക്കുകയാണ് ഞാൻ, ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി V, ഇത് ആന്റി പാരലൽ ആണ്. അപ്പോൾ ഇത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ എന്ന് പറഞ്ഞ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെങ്കിൽ അത് ആന്റി പാരലൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് നമുക്കിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എത്ര എന്ന് പറയാം? തീറ്റ = 0 ഡിഗ്രി എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ = 180 ഡിഗ്രി എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ തീറ്റ = 180 ഡിഗ്രി ഓർ 0 ഡിഗ്രി, ഈ 2 കേസും അവിടെ സംഭവിക്കാം. തീറ്റ = 180 ഡിഗ്രി ഓർ 0 ഡിഗ്രി ആവാം. അപ്പോൾ പാരലൽ ആണെങ്കിൽ 0 ഡിഗ്രി, ആന്റി പാരലൽ ആണെങ്കിൽ 180 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ, അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് കണ്ടെത്തി വെക്കാം. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? FB = Q × V × B ആണ്. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതിന് നമുക്ക് ഈ ക്രോസ് പ്രൊഡക്റ്റ് അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, FB = QVB sin θ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് തീറ്റ 0 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആവാം. അപ്പോൾ ആ 2 സിറ്റുവേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഒന്നെങ്കിൽ FB = QVB sin 0 ഡിഗ്രി എന്നാവാം, അല്ലെങ്കിൽ FB = QVB sin 180 ഡിഗ്രി എന്നും വരാം. ഈ 2 സിറ്റുവേഷനാണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം sin 0 എന്താണ്? 0 ആണ്. sin 180 എന്താണ്? 0 ആണ്. അപ്പോൾ 2 സിറ്റുവേഷനിലും FB എന്താണെന്ന് വരിക? 0 എന്നാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ആയിട്ടോ ആന്റി പാരലൽ ആയിട്ടോ ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്താണ്? നോ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഒരു ഫോഴ്സും എവിടെ എന്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യില്ല? ചാർജർ പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യില്ല. വിച്ച് മീൻസ് അത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. ഇനി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രജക്ടറി, അതിന്റെ സഞ്ചരിച്ച പാത എന്തായിരിക്കും? ട്രജക്ടറി അല്ലെങ്കിൽ പാത്ത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജർ പാർട്ടിക്കിളിന്റെ മുകളിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോഴും ഫോഴ്സ് 0 ആണ്. ചാർജർ പാർട്ടിക്കിൾ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഒരു അനക്കവും സംഭവിക്കില്ല. ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും ചാർജർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഒരു അനക്കവും സംഭവിക്കില്ല. അപ്പൊ അതിന്റെ പാത്ത്, ട്രജക്ടറി എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് എക്സാമ്പിൾ ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാം, പിന്നെ നമ്മളെ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയുള്ള കണ്ടീഷൻ ഏതാന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഒരു കണ്ടീഷനാണ് തീറ്റ = 0 ഡിഗ്രി, തീറ്റ = 180 ഡിഗ്രി, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ചാർജർ പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ടെങ്കിലും ഫോഴ്സ് അനുഭവപ്പെടാത്ത സിറ്റുവേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷനിൽ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ FB 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെലോസിറ്റി ഉണ്ടായിട്ടും ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷൻ ഏതാന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് തന്നെയാണ്. എന്ത്? തീറ്റ = 180 ഡിഗ്രി അല്ലെങ്കിൽ തീറ്റ = 0 ഡിഗ്രി, പാരലൽ ഓർ ആന്റി പാരലൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ട്രജക്ടറി എന്താണ്?
പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും മൂവ് ചെയ്യുമ്പോൾ പാത്ത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. സെറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും എഴുതെടുത്തോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ സിറ്റുവേഷനാണ്, രണ്ടാമത്തെ കേസാണ്. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് 90 ഡിഗ്രിയിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രജക്ടറി അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാന്ന് വെച്ചാൽ ഇൻറ്റു ആണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ആണ്, അകത്തേക്കാണ്, ബോർഡിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതാണ് ബിയുടെ ഡയറക്ഷൻ. സപ്പോസ് ഒരു ചാർജർ പാർട്ടിക്കിൾ ക്യൂ ഇങ്ങനെയാണ് പോകണമെന്ന് വിചാരിച്ചോ. ഈ ഡയറക്ഷനിൽ പോകുന്നില്ല, കുറച്ചും ഈ ഡയറക്ഷനിൽ പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, ചാർജർ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ആ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് അല്ലേ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായാലും ഉണ്ട്. ആ ഫോഴ്സ് എന്താണ്? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. എഫ് ബി താഴത്ത് പറയാം. എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90 ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ ആംഗിൾ എത്രയാണ്? അകത്തേക്കാണ് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങോട്ടേക്കാണ് വെലോസിറ്റി, ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90. സൈൻ 90 1 ആണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന ഫോഴ്സാണ് ഇവിടെ ഉണ്ടാവുക, ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഉറപ്പായിട്ടും എന്ത് ഫോഴ്സ് ഉണ്ടാവും? ക്യൂ വി ബി എന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ സിറ്റുവേഷൻ പോലെ ഫോഴ്സ് 0 ആവണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് 0 അല്ല, ഒരു വാല്യൂ ഉണ്ട് ക്യൂ വി ബി എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണെന്ത്? റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ് ഹാൻഡ് പാം റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ? നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കും, റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്യും, തം ഫിംഗറിന്റെ ഡയറക്ഷനിൽ വെലോസിറ്റി സെറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാം എന്ത് തരും? ഫോഴ്സിന്റെ ഡയറക്ഷൻ തരും. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, അകത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ആരെ ഫ്രീ ആക്കുക? നമ്മുടെ തം ഫിംഗറിനെ ഫ്രീ ആക്കുക. എന്നിട്ട് തം ഫിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് വെലോസിറ്റി ഡയറക്ഷൻ, ആ ഡയറക്ഷനിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. ഇതാണ് എഫ് ബി ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. അപ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനിലും ഫോഴ്സ് ഈ ഡയറക്ഷനും. അപ്പോൾ ഇത് രണ്ടും രണ്ട് വെക്ടർ ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടും മൂവ് ചെയ്യൂല, ഇത് ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. പകരം റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക, പാരലോഗ്രാം ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവുക, ക്യൂ ഇവിടെ എത്തുക. ക്ലിയർ അല്ലേ? ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വി, ഈ ഡയറക്ഷനിലാണ് വി, സംശയമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഈ ഒരു സിറ്റുവേഷനിൽ വെലോസിറ്റിയുടെ ദിശ നോക്കിയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ നോക്കിയിട്ട് ഫോഴ്സ് കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് തന്നെയാണ് അല്ലേ, വെലോസിറ്റി അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോഴ്സ് എങ്ങോട്ടാ? മുകളിലേക്കാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഇവിടെ ഇങ്ങോട്ടായിരിക്കും, എഫ് ബി. അപ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, പകരം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ എത്തും, ക്യൂ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വീണ്ടും നോക്കുകയാണ്, ഇവിടുത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ വീണ്ടും നോക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ് അല്ലേ? റൈറ്റ് ഹാൻഡ് സെറ്റ് ചെയ്യുക, ഫോഴ്സ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സിറ്റുവേഷനിൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക, എഫ് ബി. അപ്പോൾ ഇത് ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. വിച്ച് മീൻസ് ഇതെന്താ ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒക്കെ ഇൻറ്റു ആണ്. ഇതൊന്ന് വായിച്ചിട്ട് ഞാൻ സെറ്റാക്കി തരാം. ഇവിടെയൊക്കെ ബി ഉണ്ടാവും, ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഒക്കെ ഇൻറ്റു ആണ്.
ഓക്കെ അല്ലേ? അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ എത്തും Q, പിന്നെ വീണ്ടും ഇതേപോലെ വരും. അപ്പോൾ ഇത് അവസാനം കറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇത് സർക്കുലാർ പാത്തിൽ വരും. അപ്പോൾ ഞാൻ വരച്ചതിൽ കുറച്ച് സർക്കിളിൻ്റെ പ്രശ്നങ്ങളുണ്ടായത്, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, ട്രജക്ടറി എന്താണ് 90 ഡിഗ്രി ആകുമ്പോൾ ട്രജക്ടറി വിൽ ബി സർക്കുലാർ പാത്ത്. ഞാനവിടെ എഴുതുകയാണ് ട്രജക്ടറി എന്താണ് സർക്കുലാർ പാത്തായിരിക്കും, അല്ലെങ്കിൽ പാത്ത് എങ്ങനെയായിരിക്കും, സർക്കുലാർ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് എന്തായിരിക്കും, സർക്കുലർ ആയിരിക്കും. അതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്. പാരലൽ ആണെങ്കിൽ, സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ, സർക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും, അല്ല പിന്നെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും, സർക്കുലർ പാത്തായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ സർക്കുലാർ പാത്തിലാണല്ലോ ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ സർക്കുലാർ പാത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സർക്കിളിനൊരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസ് നമുക്ക് കണ്ടെത്തണം. അതാണ് അടുത്ത പരിപാടി, റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സർക്കുലാർ പാത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് എന്തുണ്ടാവും, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഞാൻ FC എന്ന് വിളിക്കുകയാണ്. FC എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്, FC = mv² / r ആണ്. m മാസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആവും, v വെലോസിറ്റി ആയിരിക്കും, r റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് എന്തുണ്ടാവും, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആക്ച്വലി ഈ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് FC = FB എന്ന് എഴുതി കൂടെ? തെറ്റെന്താ? കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ എനിക്ക് FC = FB എന്ന് എഴുതാം. ആ രണ്ട് കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, R കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ്, when charged particle moves perpendicular to the magnetic field, there will be centripetal force FC acts on the charged particle, and that force is provided by, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് FB. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, FC = FB എന്ന് എഴുതാം അല്ലെ? FC എന്താണ്, mv² / r ആണ്. FB എന്താണ്, QVB ആണ്, QVB. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ R-നെ കൊണ്ടുപോവുക, പിന്നെ ഇതിന് താഴ്ത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ വരിക, mv² ഈ R-നെ കൊണ്ടുപോവുക, QVB-നെ താഴ്ത്തുകൊണ്ടിരിക്കുക. QVB = R എന്ന് എഴുതാം. ഇവിടെ ഈ താഴത്തൊരു V ഉണ്ട്, മുകളിലൊരു V ഉണ്ട്, മുകളിൽ 2 V ഉണ്ട്, അത് വെട്ടിക്കളയാം. അപ്പൊ എന്ത് വരും, R = mv/QB. ഇതാണ് എന്ത്, റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത്. അവിടെ എഴുതാം, റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത്. സർക്കുലാർ പാത്തിന്റെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ക്ലിയർ അല്ലേ? R = mv. മാസ് എന്താണ്, m എന്താണ്, മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, v എന്താണ്, വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ, q ചാർജ്, b എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ റേഡിയസ് കണ്ടെത്താൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടൈം പീരീഡ് എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യല്ലേ, കണ്ടിന്യൂസ് റൊട്ടേഷനാ. കണ്ടിന്യൂസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അടുത്ത പരിപാടി എന്താണ്, ഇതിന് ടൈം പീരീഡ് കണ്ടെത്താനുള്ള. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം പീരീഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം, വെലോസിറ്റി = ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം അല്ലേ, ടൈം = വെലോസിറ്റി ബൈ ഡിസ്പ്ലേസ്മെന്റ്. അതിനും കൊണ്ടുപോവാ, അല്ല വെലോസിറ്റി ബൈ ഡിസ്പ്ലേസ്മെന്റ് അല്ല,
ടൈം ഈസ് ഈക്വൽ ടു പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്? നോക്കൂ, സർക്കുലാർ പാത്താണ്. ഈ സർക്കുലാർ പാത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2πr അല്ലേ, സർക്കംഫറൻസ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഡിക്ക് പകരം 2πr എന്ന് കൊടുത്തൂടെ? വെലോസിറ്റി v അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ടി എന്താ? ടി ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2πr ഡിവൈഡഡ് ബൈ v എന്ന് എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലല്ലോ. r എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, v എന്താ? വെലോസിറ്റി ആണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്, സർക്കുലാർ പാത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2πr ആണ്, സർക്കംഫറൻസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി നമുക്ക് r ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, r ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കിട്ടും. അപ്പോൾ എന്താ പറയുക? ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു r എത്രയാ? mv ഡിവൈഡഡ് ബൈ qb. mv ഡിവൈഡഡ് ബൈ qb. പിന്നെ താഴെ ഒരു v ഉണ്ടാവും. ഈ വിയും വെട്ടിക്കളയാം. അപ്പം എന്താ വരിക? ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ qb. ഇതാണ് എന്ത്? ടൈം പീരീഡ്. 2πm ഉണ്ട് ഇല്ലേ? 2πm ഡിവൈഡഡ് ബൈ qb. ഇതാണ് നമ്മുടെ എന്ത്? ടൈം പീരീഡ് ഓഫ് സർക്കുലാർ പാത്ത്. ഈ സർക്കുലാർ അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ്റെ ട്രജക്ടറി അല്ലെങ്കിൽ സർക്കുലാർ പാത്തിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ qb. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസിയും കണ്ടെത്താറുണ്ട്, പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി കണ്ടെത്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എഴുതിയെടുത്തോ. ഇനി നമുക്കിവിടെ ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും കണ്ടെത്താണ്ട്. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ അറിയാം. എഫ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലെ? ടി അവിടെ ഉണ്ട്, ടൈം പീരീഡ്. സോ എഫ് ഈസ് ഈക്വൽ ടു 1/2πm ഡിവൈഡഡ് ബൈ qb. ഈ qb മുകളിലേക്ക് പോകും. ആ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനായി എഫ് ഈസ് ഈക്വൽ ടു qb ഡിവൈഡഡ് ബൈ 2πm. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസീൻ്റെ ഇക്വേഷൻ. ഇനി അതേപോലെ ആംഗുലാർ ഫ്രീക്വൻസി വേണം. ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ ഒമേഗയാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. 2πf ഇവിടെ ഉണ്ട്, qb ഡിവൈഡ് ബൈ 2m, qb ഡിവൈഡ് ബൈ 2πm അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു qb ഡിവൈഡഡ് ബൈ 2πm. അപ്പോൾ ഈ 2πയും ക്യാൻസൽ ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ ആംഗുലാർ ഫ്രീക്വൻസി ആയി ഒമേഗ ഈസ് ഈക്വൽ ടു qb ഡിവൈഡഡ് ബൈ m. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട് ഈ സെഷനിൽ. റേഡിയസിൻ്റെ ഇക്വേഷൻ ഇതാണ് നമ്മൾ എഴുതിയത് നേരത്തെ. പിന്നെ അതേപോലെ തന്നെ ടി ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ qb ടൈം പീരീഡ്, ഈ ഇക്വേഷനും വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ r എന്നൊരു ടേം ഇല്ല, എന്ന് വെച്ചാൽ റേഡിയസ് ഇല്ല എന്ന് പറയുന്നത് അർത്ഥം. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സർക്കിളിൽ ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമും ഇതിന് റേഡിയസ് അല്ലേ ഉള്ളത്. ഞാൻ ഇതിനേക്കാൾ റേഡിയസ് കുറവ് എടുക്കുക, അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും കറങ്ങുക. അപ്പോൾ അവിടെ എടുക്കുന്ന ടൈം പീരീഡും സെയിം അല്ലേ? ഇനി എത്ര ചെറുതെടുത്താലും അല്ലെങ്കിൽ എത്ര വലുതെടുത്താലും ആ എല്ലാ സിറ്റുവേഷനിലും ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. റേഡിയസിന് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്താണ്? ചെറിയ റേഡിയസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈമും വലിയ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈമും സെയിം ആണെങ്കിൽ, ടൈം പീരീഡ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വലിയ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പീഡ് കൂടുതലല്ലേ കറങ്ങുന്നത്. കാരണം ചെറുത് കറങ്ങാനെടുക്കുന്ന ടൈമും വലുത് കറങ്ങാനെടുക്കുന്ന ടൈമും സെയിം ആവുകയാണെങ്കിൽ വലുത് കറങ്ങി ഇങ്ങോട്ട് എത്തണമെങ്കിൽ അത് ഒരുപാട് വേഗത്തിൽ കറങ്ങണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് പാർട്ടിക്കിൾ ആക്സലറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉപയോഗിച്ച് ഒരു ചെറിയ സർക്കുലർ പാത്ത് ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ ചെറിയ സർക്കുലർ പാത്തിനെ എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വലുതാക്കാൻ കഴിഞ്ഞാൽ, റേഡിയസ് കൂട്ടാൻ കഴിഞ്ഞാൽ, ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ഇത് വലുതായി വരും. ആ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് വലുതാവുന്നത് കൊണ്ട് ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ആ വെലോസിറ്റി എന്ത് ചെയ്യും? ചാർജ്ഡ് പാർട്ടിക്കിൾ കൂടി വരും. അങ്ങനെ ഏറ്റവും വലിയ സർക്കിൾ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി മാക്സിമം ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു
ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്ത പാർട്ടിക്കിളിനെ മാക്സിമം വെലോസിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ഐഡിയ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണെങ്കിൽ ഒരു ഡിവൈസാണ് സൈക്ലോട്രോൺ എന്ന് പറയും. സൈക്ലോട്രോൺ ഇത് നിങ്ങളുടെ സിലബസിൽ പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ സിലബസിൽ നിന്ന് ആ ഒരു ഭാഗം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? കേസ് 2 പറയാനുള്ളത്. കേസ് 2 ചാർജർ പാർട്ടിക്കിൾ 90 ഡിഗ്രിയിൽ പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് എന്തായിരിക്കും? സർക്കുലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ സെറ്റ് ആയിക്കോ, എഴുതിക്കോ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ കേസാണ്. ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി ഈസ് 0 and 90 ഡിഗ്രി. 0 and 90 ഡിഗ്രീൻ്റെ ഇടയിൽ ഏത് ആംഗിൾ വന്നാലും അവിടെ ഉണ്ടാകുന്ന കാര്യം ഫോഴ്സ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രജക്ടറി എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ ആ ട്രജക്ടറി മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ഉണ്ടെന്ന് വിചാരിച്ചു, ബി. ഓക്കെ, ചാർജർ പാർട്ടിക്കിൾ ഉണ്ട്, ക്യൂ ആണ് ചാർജർ പാർട്ടിക്കിൾ. ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് എന്ന് വിചാരിച്ചോ, ഈ രീതിയിൽ ഇങ്ങനെ വിത്ത് വെലോസിറ്റി വി. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് വി ഈസ് തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു വെക്ടറായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഈ വെലോസിറ്റീനെ ഒരു വെക്ടറായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇതൊരു ആക്സിസ് ആക്കി എടുക്കാം, ഇത് മറ്റൊരു ആക്സിസ് ആക്കി എടുക്കാം ഇങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി എന്ന വെക്ടറിന് 2 കോമ്പോണന്റ് ഉണ്ടാവും, ഒന്ന് ഈ കോമ്പോണന്റും ഒന്ന് ഈ കോമ്പോണന്റും അല്ലേ? അപ്പോൾ ഈ കോമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് കോസ് ആയിരിക്കും. വെക്ടറിന്റെ പേര് കോസ്. അപ്പോൾ ഇതെന്താവും? വി കോസ് തീറ്റ ആയിരിക്കും. ഈ കോമ്പോണന്റ് എന്താണ്? വെക്ടറിന് ആംഗിളിന് എവേ കിടക്കുന്ന സൈഡ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് വി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? വെലോസിറ്റിക്ക് തീറ്റയോ അല്ലെങ്കിൽ തീറ്റയോ 90ന്റെ ഇടയിലുള്ള ഏത് ആംഗിൾ സഞ്ചരിക്കുകയാണെങ്കിലും വെലോസിറ്റിക്ക് 2 കോമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് ഈ കോമ്പോണന്റ് ഉണ്ടാവും, ബി എന്ന ഡയറക്ഷനിൽ, ബി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഒരു കോമ്പോണന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡയറക്ഷനിലും ഒരു കോമ്പോണന്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ബി ഡയറക്ഷനിലുള്ള വി കോസ് തീറ്റ എന്ന കോമ്പോണന്റ് ഇത് പാരലൽ അല്ലേ ബിക്ക്? അല്ലേ? പാരലൽ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന വി കോസ് തീറ്റ എന്ന കോമ്പോണന്റ് പാരലൽ അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി അല്ലേ? ഈ കോമ്പോണന്റ് ആണ് വി അല്ല. വിന്റെ ഈ കോമ്പോണന്റിന്റെ കാര്യം മാത്രമേ ഞാൻ പറയണത്. ഈ വി കോസ് തീറ്റ എന്ന കോമ്പോണന്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ ബിക്ക് പാരലൽ അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി അല്ലേ? അതേപോലെ തന്നെ വി സൈൻ തീറ്റ എന്ന കോമ്പോണന്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഈ ബിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? പാരലൽ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് പോവുക, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ മോഷനാണ്. അപ്പോൾ ഇവിടെ പാരലലും ഉണ്ട് പെർപെൻഡിക്കുലറും ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മോഷൻ ഇങ്ങനെ പോവുകയും ചെയ്യും, പിന്നെ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ട്രജക്ടറി എന്തായിരിക്കും? സ്പൈറൽ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ല? അപ്പോൾ ട്രജക്ടറി എന്താണ്? ട്രജക്ടറി എങ്ങനെയാണ്? സ്പൈറൽ ആയിരിക്കും. സ്പൈറൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടും കൂടെ ഒരേ സമയത്ത് നടക്കും. അപ്പോൾ ആ ട്രജക്ടറി എന്താണ്? സ്പൈറൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹെലിക്സ് എന്നാലും ഹെലിക്കൽ എന്നും പറയാം. ഹെലിക്സ് എന്നും പറയാം. ഓക്കെ അല്ലേ? അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ there will be 2 components of velocity. ഒന്ന് വി കോസ് തീറ്റ എങ്ങനെയാണ്? പാരലൽ ടു ബി, ഇതാക്കല്ലേ? പാരലൽ ടു ബി ആൻഡ് വി സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു ബി. അപ്പോൾ ഈ 2 കാരണം കൊണ്ട് there will be 2 components of velocity, v cos theta parallel to b and v sin theta perpendicular to b. ഈ 2 കോമ്പോണന്റിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് അതിന്റെ ട്രജക്ടറി എന്തായിരിക്കും? ഒന്നുകിൽ സ്പൈറൽ ആയിരിക്കും, എന്തായിരിക്കും? ഹെലിക്സ് ആയിരിക്കും. അപ്പോൾ ഇത് എന്താണ് ചോദിക്കാറുണ്ട്? തീറ്റ എന്നുള്ള ആംഗിൾ 0ക്കും 90 ഡിഗ്രിക്കും വരികയാണെങ്കിൽ ട്രജക്ടറി എന്താണെന്ന് വെച്ചാൽ ഹെലിക്കൽ ട്രജക്ടറി, അല്ലെങ്കിൽ ഹെലിക്സ്, സ്പൈറൽ എന്നൊക്കെ എഴുതാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ
പാത്ത് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോറൻസ് ഫോഴ്സ് ആണ്. ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 ടൈപ്പ് ഓഫ് ലോറൻസ് ഫോഴ്സ് ഉണ്ട്. അതിലൊന്ന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, 2 മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, പിന്നെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇത് 3 നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ അതിൽ ഓൾറെഡി 2 നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയോ മൂവ് ചെയ്യിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. നമ്മൾ F=QE എന്ന ഇക്വേഷൻ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾ വിത്ത് വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. പിന്നെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഫസ്റ്റ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് എഴുതാം ആദ്യം. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓർ മൂവ്ഡ് in an electric field, the force acts on charged particle is called ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ELF എന്ന് എഴുതണം ഷോർട്ടായിട്ട്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണെന്ന് എഴുതുക. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് അങ്ങനെ എഴുതുക. അപ്പോൾ ഇക്വേഷൻ വരിക F=QE. ഇതാണ് എന്ത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ അല്ലേ? വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓർ മൂവ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക്. നമുക്കറിയാം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്? വെൻ ചാർജ്ഡ് particle moves in a magnetic field ആണ്, ഇലക്ട്രിക് ഫീൽഡ് അല്ല, magnetic field. The force acts on charged particle is called മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഞാൻ MLF എഴുതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതാണെന്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇക്വേഷൻ നമുക്ക് അറിയാം. ഇത് FE ആണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇത് FB ആണ്. FB=Q×V×B. ഇതാണെന്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ placed or moved in electromagnetic field. Electromagnetic field. Electromagnetic field എന്താണ്? ഇലക്ട്രിക് പ്രോപ്പർട്ടി ഉണ്ടാവും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി രണ്ടും ഉണ്ടാവും. അപ്പോൾ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതാണെന്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് നമ്മൾ സാധാരണ ഇതിൽ FT എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പറയാം. ഇവിടെ നമ്മൾ FB ഉപയോഗിക്കും, ഇവിടെ FE എന്ന് ഉപയോഗിക്കും. ഇത് FT ആണ്. അപ്പോൾ FT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന ഫോഴ്സും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് FT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FE+FB ആയിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം FT=QE+Q×V×B എന്ന് എഴുതാം. Q×V×B ഇതാണ് ഇക്വേഷൻ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഷോർട്ട് ആക്കണമെങ്കിൽ അതിൽ ക്യൂയിനെ അങ്ങ് പുറത്തെടുക്കുക, അല്ല ക്യൂവിനെ പുറത്തെടുക്കുക. അപ്പോൾ എന്താ വരിക, എഫ് ടി ഈസ് ഈക്വൽ ടു ക്യൂവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് എഴുതാം. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ടോട്ടൽ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എഫ് ടി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. അപ്പോൾ ഇത് നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്താണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാമൊക്കെ ആയി അടുത്തായി, അപ്പോൾ നന്നായിട്ട് സെറ്റാക്കി പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.